ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിതവാമഭാഗം നാരായണ പ്രിയമനംഗമദാപഹാരം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. ഓം അമൃതേശ്വരി നമഃ. കേരളത്തിലും ഒരു കുംഭമേള. ലോകമെമ്പാടും ഈ കുംഭമേളയുടെ വിശേഷതകൾ പറഞ്ഞുകൊണ്ട് ഓരോ ദിവസങ്ങളും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2016 മുതൽ ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ മുഖ്യ രക്ഷാധികാരി സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് നടന്നു വരുന്ന മാഘമഹ മഹോത്സവത്തിന് ഇന്ന് ഒരു പുതിയ നാമധേയം കിട്ടിയതാണ് കുംഭമേള എന്നുള്ളത്. ത്രിമൂർത്തി സ്നാനഘട്ടിലാണ് ഈ മഹാകുംഭമേള നടക്കുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ക്ഷേത്രത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരുനാവായ കേന്ദ്രീകരിച്ച് മഹാമണ്ഡലേശ്വർ, ആനന്ദവനം ഭാരതി സ്വാമിജികളും തവനൂര് കേന്ദ്രീകരിച്ചുകൊണ്ട് അമ്മയുടെ അനുഗ്രഹത്തോടെ നമ്മളും ഇവിടെ ചെയ്യുന്നു. ത്രിമൂർത്തി സ്നാനഘട്ട് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൽ മൂന്നിലും ദർശനം നടത്തിയാൽ മാത്രമാണ് അതിൻ്റെ പൂർണ്ണമായ ഫലം കിട്ടുകയുള്ളൂ. ഇത് ബ്രഹ്മാവിൻ്റെ യാഗഭൂമി എന്നാണ് പറയുന്നത്. വേദപഠനം കൊണ്ട് പുകൾപ്പെട്ടതാണ് ശിവക്ഷേത്രം. ബ്രഹ്മസ്വം മഠം യാഗഭൂമിയും തപോഭൂമിയും വേദഭൂമിയും പിതൃഭൂമിയും കൂടി ചേർന്നതാണ് ത്രിമൂർത്തി സ്നാനഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ ബ്രഹ്മാവ് യാഗം നടത്തി. ആ യാഗം നടത്തിയത് മാഘമാസത്തിലാണ്. 28 ദിവസങ്ങളിലായി നടത്തി. ആ മാഘമാസത്തിൽ ഭഗവാന്റെ യാഗം കാണുവാൻ വേണ്ടി സപ്തനദികൾ ഒഴുകിയെത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം. അതുകൊണ്ട് തന്നെ മാഘമാസത്തിൽ സപ്തനദികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും. അതൊരു കുംഭമേളയായിട്ട് പരിണമിക്കുകയാണ്. ഇത് പറയുമ്പോൾ 1990 അമ്മ നോർത്ത് ഇന്ത്യൻ ടൂറ് പോകുമ്പോഴെല്ലാം തന്നെ ഭാരതപ്പുഴയുടെ തീരത്ത് കെൽട്രോൺ ഭാഗത്ത് അമ്മ കുളിക്കുവാൻ ഇറങ്ങുമായിരുന്നു. ഞങ്ങളെല്ലാം കൊണ്ട് ധ്യാനിപ്പിക്കുമായിരുന്നു, ചർച്ചകൾ നടത്തുമായിരുന്നു. അമ്മ ഭക്ഷണം വിതരണം ചെയ്യുമായിരുന്നു. ഞങ്ങളോടൊത്ത് ഒരുപാട് തവണ ഭാരതപ്പുഴയുടെ തീരത്ത് അമ്മ വരികയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്നേ അമ്മയ്ക്ക് അറിയാമായിരുന്നു ഇത് ഭാവിയിൽ ഒരു മഹാകുംഭമേളയായി മാറും എന്ന്. എല്ലാ തീർത്ഥങ്ങളും തീർത്ഥങ്ങളാകുന്നത് സന്യാസിമാരുടെ അവതാരങ്ങളുടെ മഹാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. വേദങ്ങളിലെല്ലാം പറയുന്നത് അത് തന്നെയാണ്. തീർത്ഥങ്ങളാക്കുകയാണ് ഓരോ മഹാത്മാക്കളും അവരുടെ തപസ്സുകൊണ്ടും ധ്യാനം കൊണ്ടും അവരുടെ സാന്നിധ്യം കൊണ്ടും. അതേപോലെ ആ നാളുകളെല്ലാം തന്നെ അമ്മ സങ്കല്പിച്ചിട്ടുണ്ടാവും ഭാവിയിൽ വരാൻ പോകുന്ന മഹാകുംഭമേളയുടെ തുടക്കം. അത് ആ സങ്കല്പത്തിനും ഭാവനയ്ക്കും ഇന്ന് ചിറക് മുളച്ച് ഈ 2026 മഹാകുംഭമേളയായി പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസവും. അന്ന് തൊട്ട് 2016 തൊട്ട് തുടങ്ങിയ കുംഭമേളകളെല്ലാം തന്നെ ചെറിയ ഒരു അരുവിയായി, പിന്നെ അതൊരു നദിയായി, ഇതൊരു മഹാസമുദ്രമായി. ഇനി ഇതിൻ്റെ പരിവർത്തനം എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം 25-ാം തീയതി മുതൽ ശാവിനി പ്രവേശം എന്ന് പറയും. സന്യാസിമാർ പ്രവേശിക്കുന്ന ദിവസമാണ് 25 എന്ന് പറയുന്നത്. പല സ്ഥലത്തു നിന്നും ഒരുപാട് സന്യാസിമാർ ഇവിടേക്ക് വരികയും കുടില് കെട്ടി തപം ചെയ്യാനും ജപം ചെയ്യാനും യാഗത്തിൽ പങ്കെടുക്കുവാനും ആ ദിവസങ്ങളിലെല്ലാം സ്നാനം ചെയ്യുവാനും ആയിട്ടാണ് ഒരുപാട് പേര് ഇവിടെ എത്തുന്നത്. കുംഭമേളയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ സ്നാനം തന്നെയാണ്. മഹാസ്നാനം, അമൃതസ്നാനം. ഇതിനായിട്ടാണ് ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലെല്ലാം ഇത് എത്രത്തോളം വലുതാകുമെന്നറിയില്ല. എന്നാലും ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ പ്രാർത്ഥനയും അമ്മയുടെ സങ്കല്പങ്ങളുമാണ് ഇന്ന് ഇതൊരു മഹാകുംഭമേളയായിട്ട് മാറിയത്. നമ്മുടെ ഇവിടെ പരശുരാമൻ
ബ്രഹ്മാദേവിനോട് പ്രാർത്ഥിച്ചു പോലും ലോക കല്യാണത്തിനായി, കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കായി, ഐശ്വര്യത്തിനായി ഒരു യാഗം നടത്തണം എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ബ്രഹ്മദേവൻ യാഗം നടത്തി. ആ യാഗം നടത്തി ആ ദിവസമാണ് മാഘമാസത്തിൽ എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഏക ബ്രഹ്മക്ഷേത്രമാണ് തവനൂരിലെ ഈ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം. ഇവിടുത്തെ വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ചതുർമുഖനായിട്ടിരുന്നു കൊണ്ട് തന്നെ യാഗം നടത്തുന്ന ഭാവത്തിൽ ജുഹുവും ശ്രുവും പിടിച്ചുകൊണ്ട് തന്നെ ഹോമാഗ്നിയിലേക്ക് യാഗം ചെയ്യുന്ന ഭാവത്തിലാണ് ഇവിടുത്തെ ഭഗവാൻ ഇരിക്കുന്നത്. അതായത് ഈ ഭൂമിയിൽ ഇനിയും യാഗം തുടർന്നുകൊണ്ടേയിരിക്കണം, തുടരുന്നു എന്നുള്ളതാണ്. അനവരതം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തവനൂര് വീണ്ടും ഒരു യാഗഭൂമിയായിട്ട് ഉണരുകയാണ്. പലവിധ പൂജകളും യാഗങ്ങളും സംവാദങ്ങളും സത്തുക്കളുടെ സംഗമങ്ങളും എല്ലാമുണ്ട്. ഇത് സത്യത്തിൽ ഒരു സംസ്കാരത്തിൻ്റെ സമ്മേളനമാണ്, ധർമ്മത്തിൻ്റെ സമ്മേളനമാണ്, സന്യാസിമാരുടെ സമ്മേളനമാണ്, എല്ലാം സനാതന ധർമ്മത്തിൻ്റെ പ്രസരണമാണ്. ഉത്സവങ്ങളെല്ലാം നമുക്ക് ഉന്മേഷം തരുന്നു, നമ്മുടെ മനസ്സിനെ ചൈതന്യവത്താക്കുന്നു, അന്തരീക്ഷത്തെയും അന്ധഃകരണത്തെയും ചൈതന്യവത്താക്കുന്നു. ഇന്നലെ തിരുനാവായ ക്ഷേത്രത്തിൽ വിളംബര രഥയാത്ര എത്തി. വിളംബരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മഹത്തായ കാര്യങ്ങൾ ജനങ്ങളെ അറിയിച്ചിരുന്നത് പണ്ട് രാജാക്കന്മാർ വിളംബരത്തിലൂടെയാണ്. ഇങ്ങനെ ഒരു കുംഭമേള നടക്കുന്നു എന്നുള്ള വിളംബര രഥയാത്ര എത്തുമ്പോൾ എല്ലാവരും ആ ദേവിയെ കണ്ടുകൊണ്ട് ദേവീ സാന്നിധ്യത്തെ, അതായത് ത്രിമൂർത്തി സംഗമത്തിൻ്റെ മധ്യത്തിലായിട്ട് രാജരാജേശ്വരിയുടെ സാന്നിധ്യം, ലളിതാ പരമേശ്വരിയുടെ സാന്നിധ്യം ഉണ്ടെന്നും ഒരു വിശ്വാസം ഉണ്ട്. അതുകൊണ്ട് ആ ശ്രീചക്രത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ യാഗത്തിന് മുൻതൂക്കം കൊടുത്ത് ആദരിക്കുന്നത്. അപ്പോൾ ദേവിയുടെ സാന്നിധ്യത്തെ കണ്ടുകൊണ്ട് ഇന്നലെ രഥയാത്ര എത്തി. ഇനി ദേവിയുടെ ചൈതന്യം ഉണരുകയാണ്. ഓരോ മനുഷ്യനിലും സാധാരണക്കാരൻ സാധകനായിട്ട് മാറുകയാണ്. ഓരോ മനുഷ്യരിലും ആത്മീയ ചൈതന്യം നിറയുകയാണ്. വരുന്നവരിലെല്ലാം, കുടുംബത്തിലും സമാജത്തിലും ദേശത്തിലും മുഴുവൻ ആ ചൈതന്യം പകർന്നു കൊടുക്കുന്ന ഈ കുംഭമേള, കുംഭത്തിൻ്റെ മേള എന്ന് പറഞ്ഞാൽ ചൈതന്യത്തിൻ്റെ ഒരു മേള, സംഗമമായിട്ട് ഈ യാഗഭൂമി തവനൂര് തിരുനാവായി മാറുകയാണ്. എല്ലാ സജ്ജനങ്ങളും ഇവിടെ ഒത്തുകൂടുകയാണ്. ആ കാഴ്ചകളാണ്, അത്ഭുതകരമായ അനുഭൂതി നിറഞ്ഞ അനുഭവത്തിൻ്റെ കാഴ്ചകളാണ് വരും ദിനങ്ങളിൽ നമ്മളിനി കാണാനിരിക്കുന്നത്. ഓം അമൃതേശ്വരി നമഃ.